നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് മണർകാട് പള്ളിയുടെ മൈതാനത്ത്. ഇവിടെ ടാറ്റയുടെ IPL ഫാൻ പാർക്കിലാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം. ഞാൻ കഴിഞ്ഞ ദിവസം ഇതിൻ്റെ തുടക്കത്തിലൊക്കെ വന്ന് വീഡിയോ എടുത്ത് നിങ്ങളിവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കാണും. എന്നാൽ ഇന്നുകൊണ്ടാണ് ഈ മത്സരം തീരുന്നത്. 18, 19 തീയതികളിലാണ് മത്സരം നടക്കുന്നത്. നമുക്കതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം. ഇതാണ് ഫാൻ പാർക്കിൻ്റെ പ്രധാനപ്പെട്ട കവാടം. BCCI നേരിട്ട് നടത്തുന്ന സംസ്ഥാനത്തെ ഏക ഫാൻ പാർക്കാണ് മണർകാട് സെൻറ് മേരീസ് പള്ളിയുടെ മൈതാനത്ത് ഒരുങ്ങിയിരിക്കുന്നത്. എൻട്രി തികച്ചും ഫ്രീ ആണ്. ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിലാണ് ഇവിടെ ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചിരിക്കുന്നത്. ക്രിക്കറ്റ് ആരാധകരെ ഒന്നിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. അതോടൊപ്പം തന്നെ രാജ്യാന്തര താരങ്ങളെ നമ്മുടെ നാട്ടിൽ നിന്നും വാർത്തെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. നമുക്കറിയാം, കഴിഞ്ഞ പ്രാവശ്യം പുതുപ്പള്ളി ഫെസ്റ്റ് പുതുപ്പള്ളിക്കാർക്ക് ആഘോഷിക്കാനും സന്തോഷിക്കാനും വക നൽകിയ ഒരു സംഭവമായിരുന്നു. എന്നാൽ അതോടൊപ്പം തന്നെ പുതുപ്പള്ളി നിയോജക മണ്ഡലമായ മണർകാട്ടാണ് IPL ഫാൻ പാർക്ക് ഒരുങ്ങിയിരിക്കുന്നത്. ഇന്നലെ അതിഭയങ്കരമായ തിരക്കായിരുന്നു ഇന്നലെ പ്രോഗ്രാമിന്. ഇന്ന് ആൾക്കാർ എത്തി തുടങ്ങിയതേ ഉള്ളൂ. എന്നാലും കുറച്ച് കഴിയുമ്പോഴത്തേന് തിരക്കാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം നിങ്ങൾ പൂർണ്ണമായിട്ടും ഈ വീഡിയോ കാണുക. തന്നെയാണ് ഒരുപാട് റണ്ണുകൾ ഒഴുകാനുള്ള സാധ്യതയുണ്ട്. 13 പന്തിൽ നിന്ന് 14 റൺസോടുകൂടി അദ്ദേഹം ബാറ്റ് ചെയ്യുമ്പോൾ ഇത്തവണ ഒരു ഓപ്പർച്യൂണിറ്റി, പക്ഷേ ഇന്നത്തെ തൊട്ട് മുൻപിൽ അത് ചെയ്യുന്നു. കൂപ്പർ കോണലിയുടെ ആ ഷോട്ടുകൾ വീണ്ടും വീണ്ടും കാണാൻ വളരെയേറെ നമ്മൾ ആഗ്രഹിക്കും. GTക്കെതിരെയുള്ളൊരു മത്സരത്തിലും കൂപ്പർ കോണലി ഇത്തരത്തിൽ 72 റൺസിന്റെ ഒരു വലിയ ഇന്നിംഗ്സ് കൊണ്ടുവന്നൊരു താരമാണ്. അപ്രോച്ച് അത് തന്നെ അവർ പ്ലേയിൽ വലിയ സ്കോറിലേക്ക് എത്തിക്കാൻ സാധിക്കും കൂപ്പർ കോണലി. 44 പന്തിൽ നിന്നും 72 റൺസ് എത്ര നന്നായിട്ട് മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു. കോണലി കൂട്ടുകിട്ട് വളരെ നന്നായി മുന്നോട്ട് പോകുന്നു. ഇന്ത്യൻ ഷെഫെന്നവിടെ ആന്ന് പറയുന്നുണ്ട് എന്തൊക്കെയോ വിവരങ്ങൾ മുഖത്തുകാരും പറയും. അവസാനം വന്ന് നിതീഷിനെ ചോദിക്കാൻ എന്തായിരിക്കാം പ്രിൻസ് റെസ്പോൺസ്. സ്ലോ ബൗൺസർ ആയിരുന്നു, പക്ഷേ കിട്ടി. പിന്നെ നമ്മുടെ സഞ്ജു സാംസൺ ഇല്ല, ചെന്നൈ ഇല്ല, RCB ഇല്ല. അപ്പൊ മിക്കവാറും ഉള്ള പിള്ളേരെല്ലാം ചെന്നൈ ഫാൻസ് ആണ്. നമ്മളെല്ലാം ചെന്നൈ ഫാൻസ് ആയിരുന്നു. സഞ്ജു സാംസൺ ചെന്നൈ ഞാനിപ്പോ ചെന്നൈയുടെ കൊടുത്തില്ല. സഞ്ജു ഉള്ളതുകൊണ്ട് നമ്മൾ അവിടെയാ. ഇന്നിപ്പം മഴയുണ്ട് ശകലം, പിന്നെ ഇരിക്കാനൊരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ശകല ആൾക്കാർ കുറവാണ്. എങ്കിലും വലിയ വിജയം നമ്മളെ സംബന്ധിച്ച് പുതുപ്പള്ളിയിൽ ആ ഉദ്ദേശം നിറവേറി എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. ഞാൻ MLA ആയപ്പോൾ തൊട്ട് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ്, പുതുപ്പള്ളിയെ സ്പോർട്സ്
സ്പോർട്സിന്റെ സെന്റർ ആക്കണം. ഈ പിള്ളേരാണ് ഇനി വരുന്ന സാംസണും അത് സച്ചിനും ദ്രാവിഡും ഒക്കെ ഇവരൊക്കെ തന്നെയാണ് നമ്മളെ ഇനി ഒരു അന്താരാഷ്ട്ര നിലവാരമുള്ള സ്റ്റേഡിയം. ഞാൻ നമ്മുടെ KCയുടെ ആൾക്കാരോട് സംസാരിക്കുകയായിരുന്നു. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സ്റ്റേഡിയം ഇവിടെ കൊണ്ടുവരുമെന്ന വാക്ക് തുടക്കത്തിനെ പറഞ്ഞാണ്. അത് പാമ്പാടിക്കാണ് വരുന്നത്. പാമ്പാടി ഞാൻ കൊണ്ടുവന്ന് 5 വർഷത്തിനുള്ളിൽ ഞാനത് കൊണ്ടുവന്നു. പുതുപ്പള്ളി സ്ഥലം തന്നാ പുതുപ്പള്ളി തന്നില്ല. പാമ്പാടിയിൽ ഇപ്പൊ എന്റെ അറിവിൽ സ്ഥലമുള്ളൂ. ഞാൻ പുതുപ്പള്ളിയുടെ MLA ആണെങ്കിൽ ഇപ്പൊ സ്ഥലമുള്ളിടത്തല്ലേ ചെയ്യാൻ പറ്റും. പാമ്പാടി പുതുപ്പള്ളി ആണല്ലോ. തീർച്ചയായിട്ടും വളരെ സന്തോഷം സാറേ. സാറ് പ്രത്യേക താല്പര്യം എടുത്താണ് ഇവിടെ കൊണ്ടുവന്നത്. തീർച്ചയായിട്ടും ഞാൻ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് സാറ് നടന്നിരുന്നത്? നമ്മളെ കേരളത്തില് ഇതിനു മുമ്പ് പാലക്കാടും ഒരിക്കൽ കൊച്ചിയിലും നടന്നിട്ടുണ്ട്. വേറെ ഒരിടത്തും നടന്നിട്ടില്ല. ഈ ദക്ഷിണ കേരളത്തിലേക്ക് വന്നിട്ടേ ഇല്ല. അപ്പൊ നമ്മൾ ആദ്യമായിട്ടാണ് കോട്ടയത്തേക്ക് വരുന്നത്, ദക്ഷിണ കേരളത്തിലേക്ക് വരുന്നത്. അവരെ പ്രത്യേകം നന്ദി BCCIയോട്, പ്രിയപ്പെട്ട ശ്രീ ജയേഷിനോട്, പ്രിയപ്പെട്ട ശ്രീ ഹരികൃഷ്ണൻ ഇവിടുത്തെ സെക്രട്ടറിയാണ് കോട്ടയത്തെ. അദ്ദേഹം പ്രത്യേക താല്പര്യം എടുത്തു. ശ്രീ ജയേഷ് താല്പര്യം എടുത്തു. അദ്ദേഹത്തിന്റെ ശ്രമഫലമായിട്ടാണ് BCCI അംഗീകരിച്ചത്. അപ്പൊ BCCIയോട് നന്ദി, KCയോട് നന്ദി, അതുപോലെ സഹകരിച്ച എല്ലാവരോടും നന്ദി. കാരണം ഈ ഫാൻ പാർക്ക് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് BCCI ആണ്. അവർ ചിലവില്ല, നമ്മളത് പോസ്റ്റ് ചെയ്തിരിക്കുന്നതേ ഉള്ളൂ. എല്ലാം അവരാണ് ചെയ്തത്. കാരണം ഈ കുട്ടികളിൽ വളർന്നു വരുന്ന കുട്ടികളിൽ സ്പോർട്സ് വളർത്തിയെടുക്കുക, ക്രിക്കറ്റിന്റെ ഇൻട്രസ്റ്റ് വളർത്തിയെടുക്കുക എന്നുള്ള പ്രത്യേക ലക്ഷ്യത്തോടു കൂടിയാണ്. അതോടൊപ്പം തന്നെ ഇപ്പൊ ഈ ലഹരിക്ക് പറയാൻ കുട്ടികൾ പോകുമ്പോൾ ഇതാണ് നമ്മുടെ മുന്നിലുള്ള ഏക വഴി. സ്പോർട്സ് എന്നുള്ളത് നമ്മുടെ കുട്ടികളുടെ നമ്മൾ ഏതൊരു പ്രശ്നം, ഡിപ്രഷൻ ഉൾപ്പെടെ പരിഹരിക്കാനുള്ള മാർഗം സ്പോർട്സ് തന്നെയാണ്. ഓക്കെ സാർ, താങ്ക് യു. അങ്ങനെ നമ്മളിവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. സോ മേക്ക് ഷുവർ ദാറ്റ് ഓൾ ഓഫ് യു സിറ്റ് ഡൗൺ. ദയവായി ഇരിക്കുക, കാരണം യഥാർത്ഥ ആഘോഷങ്ങൾ വരാൻ പോകുന്നേ ഉള്ളൂ. ലക്കി ഡ്രോവിന്റെ ആഘോഷിക്കും ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാൻ പോവുകയാണ്. ആൻഡ് ഓഫ് കോഴ്സ് ഈ മാച്ച് ആര് കറക്റ്റായിട്ട് വിജയിക്കും? എത്ര സ്കോർ പറയാം ആർക്കെങ്കിലും? പഞ്ചാബിന്റെ സ്കോർ പറയാം, കറക്റ്റായിട്ട് പ്രിഡിക്റ്റ് ആരെങ്കിലും പറ്റുമോ? 190 അത്രയും എടുത്തോളോ? Here, good to see you, mate. When you bat so deep as a side, you got Jansen at 8, Xavier Bartlett at 9. How do you go about setting a target? There you go, Walter. I tell you what, you don't have to talk much. തീർച്ചയായും വളരെ മികച്ചൊരു സ്റ്റാർട്ട് തന്നെയാണ് രണ്ടുപേരും വളരെ ക്ലീനായിട്ട് നല്ല കഴിയുന്നതാണ് പ്രിയാങ്കാരിയും കാര്യമായ നേട്ടം ഒരു മറ്റൊരു ഇതിഹാസം നമ്മൾ കണ്ട് പരിചയിച്ചിട്ടുള്ള ആസ്വദിച്ചിട്ടുള്ള അറിയാം. ഐതിഹാസികമായ ഒരു വശമാണ്. സുഖ സൗകര്യം, മികച്ച പ്രകടനം എന്നിവ രാജ്യത്തുടനീളമുള്ള 25,000 കുടുംബങ്ങളുടെ പ്രിയപ്പെട്ട തെരഞ്ഞെടുപ്പാണ് ഈ ചകസിയറ ഇതിഹാസത്തെ സ്വന്തമാക്കാനുള്ള അവസരം. ഇനി നിങ്ങളുടേതാണ് അത്തരത്തിലുള്ള മറ്റൊരു ഇതിഹാസ താരത്തിന്റെ മികച്ച സ്മെല്ല് കാണാൻ സാധിച്ചു. തീർച്ചയായും ആ ബോള് നോക്കുകയാണെങ്കിൽ ഒരു മോശം ബോളെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ആ ബൗൺസ് യൂസ് ചെയ്തുകൊണ്ട് പ്രോപ്പർ ക്രിക്കറ്റിംഗ് ഷോട്ട് എന്തായാലും ആ ടോപ്പ് ഓഫ് ദ ബൗൺസറി അടിയിൽ വന്ന് വളരെ മികച്ചൊരു ടൈമിംഗ് അദ്ദേഹം ആ ഒരു 6 അവിടെ വന്ന വേഗതയിൽ ഇരട്ടിയാക്കി അതിനെ നേരെ 81 മീറ്റർ അപ്പുറത്തേക്ക് എത്തിക്കുകയാണ്. മുന്നിൽ കൊടുക്കരുത് എന്ന് ഋഷഭ് പന്ത് പറയുന്നത് കാണുകയും ചെയ്യണം. അല്പം അകത്തേക്ക് അറിയുന്നതിനെ ശുദ്ധമായി തന്നെ ടൈം ചെയ്യുന്നു. ഈ കൂട്ടുകെട്ട് ഒരല്പം ഹിറ്റിലേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് തോന്നിപ്പോവുകയാണ്. 43 പന്തുകൾ കണ്ടിരുന്ന വിദേശ നല്ല രീതിയിൽ രണ്ട് ബാറ്റിംഗ് പ്രിയാൻഷായാലും കോഹ്ലിയായാലും വളരെ മികച്ച രീതിയിൽ ആ രണ്ട് യൂസ് ചെയ്ത് കളിക്കുന്നുണ്ട്. അതേസമയം ബോളേഴ്സ് ഒരു ലെങ്ത്തിൽ ഒരു ചെറിയൊരു വ്യത്യാസം കൊണ്ടുവന്നാൽ ഉറപ്പായിട്ട് അവർ സ്ട്രഗിൾ ചെയ്യും. സ്പിന്നായിട്ട് കൊടുക്കാനും പറ്റില്ല എന്നുള്ളതാണ്. പ്രയോജനപ്പെടുത്തി മികച്ചൊരു 50 റണ്ണാണ് അദ്ദേഹം ഇവിടെ നേടിയിരിക്കുന്നത്. മറ്റൊരു
നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു വൈഡ് യാർഡ് ഉള്ളിലാണ് നിന്നിരുന്നത്. പക്ഷെ എന്നിട്ട് പോലും ആ ബോള് വളരെ മികച്ച രീതിയിൽ ട്രാവൽ ചെയ്യുന്നത് കറക്റ്റായിട്ട് ബാറ്റ് നടുക്കുള്ളൂ. ലൈനിലേക്ക് ഇതിനെ കൊണ്ടുവരുന്നു. ഒരു സിംഗിൾ മാത്രമാവുകയാണ്. പക്ഷെ 80ലേക്ക് എത്തിക്കഴിഞ്ഞു. ആ ബോളൊന്നും പറയാനില്ല. കാരണം ഫീൽഡ് അനുസരിച്ചാണ് അദ്ദേഹം ബോൾ ചെയ്തത്. പക്ഷെ അവർക്കറിയാം ഏകദേശം എന്താ ഈ ഓക്കർ ലെങ്ത് അറിയാൻ പോകുന്ന ഫീൽഡ് ഫൈനൽ അകത്താണ്. അത് കറക്റ്റ് പ്ലാനിങ്ങിന്റെ കൃത്യമായ എക്സിക്യൂഷൻ ആണ് കണ്ടത്. ഇതുപോലുള്ള ലെജൻസ് ആണ് അവിടെ ഇരിക്കുന്നത്. കീപ് ബോണ്ടിങ് ശ്രേയസ് അയ്യറിന്റെ ക്യാപ്റ്റൻസി ടീം ടു ബീറ്റ് ഈ സീസൺ. അത് തന്നെ ഏറ്റവും മൂന്നർക്കും ഒരു വിക്കറ്റ് ബ്യൂറോ അവസാനിക്കുന്നു. 196. ഒരു മാറ്റം വരുന്നത് ഈ ഒരു സമയത്ത് കാണാം. മാവേലിക്കര മുഴുവൻ സൈക്കിൾമയായിരുന്നു എന്ന് പറഞ്ഞ കേട്ടല്ലോ. മാവേലിക്കരയിലെ സൈക്കിൾ തരംഗമായിരുന്നു എന്ന് പറഞ്ഞല്ലോ. സൈക്കിള് വന്ന് ഞാൻ എത്തിയപ്പോഴത്തേക്ക് ഇവര് ട്രെയിനിന് വണ്ടി കയറ്റി. സാർ എന്നെ കൂടെ കേട്ട് വണ്ടി കയറി. ആ ട്രെയിനാണെങ്കിൽ എപ്പോ ഇവിടെ താഴെ പോകുന്നത്. നല്ല ഓളായിരുന്നു പരിപാടി അല്ലേ? കരുതാപ്പള്ളിക്ക് പോയി. കരുതാപ്പള്ളി അടുത്ത ഓളത്തിന്റെ അടുത്ത്. കേരളം മുഴുവൻ സൈക്കിളാ. ഒരു സംശയവുമില്ല. റൂം ക്രിയേറ്റ് ചെയ്യുന്നു ശശാങ്ക്. അവിടെ ഒരു ആശയക്കുഴപ്പം ഋഷഭ് പന്തിലേക്കാകുമ്പോൾ ഒന്ന് കരുതുക തന്നെ വേണം. 229 പഞ്ചാബ് കിങ്സ്. ഒരു ഓവർ കൂടിയാണ്. പക്ഷേ ഈ അവസാന ഓവറിലെ അവസാന ബോളിന്റെ ശശാങ്കിന്റെ ആ ഷോട്ടോട് കൂടി തന്നെ നമുക്ക് ആരംഭിക്കാം. നമുക്കറിയാം ആ വിജയ് സീസണിലെ ഏറ്റവും ഉയർന്ന ടോട്ടൽ ടാർഗറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് RCB ആണ് 250. ഇവർ ബ്രേക്ക് ആവാൻ പോവുകയാണ് എന്നുള്ളത് കൂടി പഞ്ചാബിന്റെ മറ്റൊരു കണക്കുകളാണ്. അത് ബ്രേക്ക് ചെയ്യപ്പെടും എന്നുള്ളത് ഏകദേശം ഷുവർ ആയിരിക്കുന്നു കാര്യങ്ങൾ. അദ്ദേഹത്തിന്റെ ആദ്യ 3 ഓവറുകൾ വളരെ മികച്ച രീതിയിലാണ് അദ്ദേഹം ബോൾ ചെയ്തത്. ഈ ഒരു ഓവർ അടുത്ത 5 ബോൾ വളരെ അധികം ഹെവി ചാലഞ്ച്. ശശാങ്കിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അപ്പൊ ഈ ടിക്കറ്റ് നമ്പർ കാരണം നിങ്ങൾ ടിക്കറ്റ് നമ്പറാണ് വിളിക്കാൻ പോകുന്നത്. അപ്പോൾ ടിക്കറ്റ് നമ്പർ പ്രിപ്പയർ ചെയ്തിരിക്കുക. ലക്കി ഡ്രോ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, റെഡിയല്ലേ? റെഡിയാണോ? 2 ബോളുകൾ കൂടി മാർക്കോ യാക്സന് ചെയ്യാനുള്ളത് ചെയ്തിട്ട് മടങ്ങാനുള്ള ഒരു കാഴ്ചയാണ്. സ്റ്റോയിനിസ് ഒരു 253 സ്കോർ. എന്തായാലും ബോളേഴ്സ് ഒക്കെ വളരെയധികം നല്ലൊരു ഫീൽ എടുക്കുന്ന സമയം ഒന്ന് വാമാവാം. അന്ന് അവസാനത്തെ 2 ബോളൊക്കെ ഒന്ന് വാമായി കഴിഞ്ഞാൽ തിരിച്ച് വാമ നല്ലൊരു കത്തിക്കൽ വരുന്നു. ആ കത്തിക്കലാണ് ഇനി ഏറ്റവും മികച്ച ആവശ്യമില്ല. ഒരു വസ്തുത തന്നെയാണ്. 255 കഴിയുമോ ലക്നൗ സൂപ്പർ ജയൻസ്? അതാണ് ചോദ്യം. മനോഹരമായിട്ടുള്ള ഒരു ട്രാക്ക് തന്നെയാണ്. അവിടെ തിരിച്ച് മാസ്റ്റർ സർവീസിന് കൂടി എത്താൻ സാധിക്കില്ല.
റണ്ണിനുള്ള ഒരു റൺ. ഏതാണ്ട് 254 റൺസ് സ്കോർ ചെയ്ത് ചേസ് ചെയ്യാൻ സാധിച്ചാൽ അതൊരു മികച്ച ഒരു ചലഞ്ച് മറികടക്കുന്ന ഒരു അവസ്ഥ തന്നെയായിരിക്കും. അതുപോലെ ഇപ്പോഴും നമുക്ക് കാണാം ഈ പറഞ്ഞ പോലെ വളരെ വളരെ സന്തോഷത്തോടു കൂടി ഇരിക്കുന്നു. അദ്ദേഹത്തിന് അറിയാം എന്ത് introduction ആർക്കും ആവശ്യമില്ല, because everybody knows the face. എല്ലാവർക്കും ഈ മുഖം പരിചയമാണ്. The one and only Advocate Shanti Uman. Let's welcome him. And of course, joining him is the Secretary of Kottayam District Cricket Association, Mr. Hari Krishnan MK. Another can you that please? അപ്പോ ഇന്നത്തെ ആദ്യത്തെ വിന്നറെ ഇന്നലെ പോലെ തന്നെ ചാണ്ടിമൻ സാർ തന്നെ എടുക്കാൻ പോകുന്നത്. അപ്പൊ എങ്ങനെയാണെന്ന് അറിയാമല്ലോ. ഓക്കെ, അതിലേക്ക് നോക്കാൻ പാടില്ല, കാരണം അവർ വിചാരിക്കും നമ്മൾ മനഃപൂർവ്വം നോക്കിയെടുത്തതാണ്. ഓക്കെ, അപ്പൊ എല്ലാവരെയും നമ്മളുണ്ടല്ലോ നോക്കാം. The first winner of the day ആരായിരിക്കും? A016980 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 ആരിലേക്ക് മാറട്ടെ? ആദ്യമേ A029945 A029945 We have the first winner of the day. പുതുപ്പള്ളിക്കാർ എന്നെ ഇഷ്ടപ്പെട്ടു തോന്നില്ലേ? കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഓക്കെ, ഫൈൻ. 80257. Lost in the streets, on the gas, with the stars, on the walls, and the beats, and the അപ്പോ ഇന്നലെ താങ്കൾ സംസാരിച്ച എല്ലാവരും കേട്ടു. ഇന്ന് സംസാരമല്ല, താങ്കൾ മനോഹരമായി ഡാൻസ് കളിക്കുന്ന ഞങ്ങൾ വൈകിയാണ് അറിഞ്ഞത്. അപ്പൊ ഇന്ന് നമുക്കൊരു ഡാൻസ് ആയല്ലോ. എന്തായാലും നമ്മൾ അടുത്ത 5 വർഷത്തിനുള്ളിൽ ഉണ്ടെങ്കിൽ നമ്മുടെ പുതുപ്പള്ളിയിൽ ഒരു സ്റ്റേഡിയം നേരത്തെ ഞങ്ങൾ സംസാരിച്ചിരിക്കുന്ന കാര്യമാണ്. ഇന്നലെ ഞങ്ങൾ സംസാരിച്ചിട്ടില്ല. അതുകൊണ്ട് നമുക്ക് സ്റ്റേഡിയം എന്നാൽ നമുക്ക് IPL കൂടുതൽ ഇവിടെ ഞാൻ ഏൽപ്പിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് സ്റ്റേഡിയം വരും, IPL വരും, 5
5 വർഷങ്ങളിൽ നമ്മുടെ പ്രതീക്ഷയാണ്. നിങ്ങളുടെ പിന്തുണയുണ്ടെങ്കിൽ പ്രാർത്ഥനയോടെ നടക്കും. ഇപ്പൊ നമുക്ക് ക്രിക്കറ്റേഴ്സ് വേണം, നമ്മുടെ കുട്ടികൾക്ക് അവസരങ്ങൾ വേണം. 8 to 16 ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾക്ക് കോട്ടയം ഡിസ്ട്രിക്ട് ക്രിക്കറ്റ് അസോസിയേഷന്റെ പേജ്, ഫേസ്ബുക്ക് പേജ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജ്, അത് നിങ്ങൾ പോയി ലൈക്ക് ചെയ്യുവാണെങ്കിൽ എത്ര ക്രിക്കറ്റേഴ്സ് ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു, എത്ര കുട്ടികൾ ക്രിക്കറ്റേഴ്സ് ആവാൻ ആഗ്രഹിക്കുന്നു? ഒച്ചയില്ല. കോട്ടയത്തെ ജൂനിയർ ക്രിക്കറ്റർ നമ്മുടെ ഇപ്പൊ തന്നെ ഒരു ജൂനിയർ ക്രിക്കറ്റുണ്ട്. 8 to 16 ഏജ് ഗ്രൂപ്പുള്ള കുട്ടികൾ കോട്ടയം ക്രിക്കറ്റ് അസോസിയേഷന്റെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജ് ലൈക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു ക്യാമ്പിലേക്ക്, സമ്മർ ക്യാമ്പിലേക്കുള്ള ഡയറക്ഷൻസ് കിട്ടും, നമ്പർ കിട്ടും. അത് കോൺടാക്ട് ചെയ്ത് നിങ്ങൾ പോകണം. നമ്മൾ വളരെ താല്പര്യമെടുത്തിട്ടാണ് ഈ പരിപാടി കൊണ്ടുവന്നത്. അതിന്റെ പ്രത്യേക ഉദ്ദേശം നമ്മുടെ കുട്ടികളെ സ്പോർട്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ്. അവർക്ക് കൂടുതൽ ക്രിക്കറ്റും അതുപോലത്തെ ഫീൽഡ് പരിചയം കൊണ്ടുവരാനാണ്. ഒരിക്കൽ കൂടി BCCI ആയിട്ട് നന്ദി പറയുന്ന ശ്രീ ഇർഫാനുണ്ട്. വാച്ചിങ് ഓൾ ദി from the box. Thank you so much for allowing this to happen. Also KC, പ്രത്യേക നന്ദി KCയുടെ പ്രസിഡന്റിന്, അതുപോലെ തന്നെ പ്രിയപ്പെട്ട സെക്രട്ടറി ജയേഷിന്, അതുപോലെ തന്നെ നമ്മുടെ ഹരികൃഷ്ണൻ. അതായത് ഒത്തിരി കഷ്ടപ്പെട്ടാണ് നമുക്ക് ഇതെല്ലാം സംഘടിപ്പിച്ചത്. എല്ലാവർക്കും നന്ദി പറയുന്നൊപ്പം നടനാട് പള്ളി പ്രത്യേക നന്ദി പറയുകയാണ്. സ്ഥലം വിട്ടുവന്നു, നമുക്ക് ഇങ്ങനെ മനോഹരമായ പരിപാടി നടത്തുവാനുള്ള പ്രത്യേക അനുമതി തന്നു. ഒപ്പം പ്രകൃതിക്ക് ദൈവത്തിന് നന്ദി പറയുകയാണ്. കാരണം മഴ മാറി നിന്നു, മാറിയുന്നോ മാറിയുന്നോ മഴ പമ്പാടി മഴ ഒരുപാട് പക്ഷെ മാറി നിൽക്കുകയാണ്. അപ്പം നമ്മുടെ അമ്മയോട് നന്ദി, നമ്മുടെ ഭൗതിക നന്ദി, എല്ലാ ദൈവങ്ങൾക്ക് നന്ദി. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം, നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു ഇത് ട്രെയിലർ മാത്രമാണ്. പുതുപ്പള്ളിയിൽ നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ ഒരു സ്റ്റേഡിയം കൊണ്ടുവരുവാൻ, അതുപോലെ IPL കൊണ്ടുവരുവാനുള്ള ശ്രമത്തിന് തുടക്കമാകട്ടെ. അതിന് പ്രത്യേകമായ ഹരീഷിന്, പ്രിയപ്പെട്ട ഇർഫാൻ സാറിന്, പ്രിയപ്പെട്ട ജയേഷ് സാറിന്, KCAക്ക്, അതുപോലെ ഇദ്ദേഹം കഴിഞ്ഞ കുറെ ദിവസമായിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക വിവേക് വളരെയധികം താല്പര്യമായിട്ട് നമ്മുടെ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നു. നമ്മളെല്ലാം ഒരു കുടുംബാംഗത്തെ പോലെ അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പെരുമാറി നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് പ്രത്യേകമായ നന്ദി പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി താങ്ക് യു സോ മച്ച്. ഒപ്പം പുതുപ്പള്ളിയിലെ ജനങ്ങൾ, കോട്ടയത്തെ ജനങ്ങൾ, കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ വന്നവർ എല്ലാവർക്കും നന്ദി, സ്വാഗതം കൂടി പുതുപ്പള്ളിയുടെ MLA നിലയ്ക്ക് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ജയ്. നമുക്കൊന്ന് ഇവിടെ ഹെലിക്യാമ്പ് ഇറങ്ങാനോട്ട് നമുക്ക് പുതുപ്പള്ളിയുടെ സ്ക്രീൻ ഒന്ന് അറിയണ്ടേ? എല്ലാവരും ഫ്ലാഷ് ലൈറ്റ്, എവരിബഡി ഫ്ലാഷ് ലൈറ്റ്.